സിന്ധുമാളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഉപ്പേറ് വരെ പോവാണ് കേട്ടോ, കുട്ടിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മുടെ കുഴച്ച് കഴിക്കാൻ പറഞ്ഞ സാധനം കാനഡയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ എന്നോട് അത്യാവശ്യമായിട്ട് അയക്കണമെന്നും പറഞ്ഞു ഒരു ഫാമിലി മെമ്പർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മു പെട്ടെന്ന് സീരിയസ് ആയിട്ട് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു കേട്ടോ. എടുത്തപ്പോഴത്തേക്ക് എന്നോട് ചേച്ചി പറഞ്ഞു, അമ്മു സിന്ധോമ്മ എന്ത് ചെയ്യാൻ പറഞ്ഞു. സിന്ധോമ്മ തൊഴിലുറപ്പിന് പോയി. ചേച്ചി എന്താ സിന്ധോമ്മ വരുന്ന കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അമ്മയോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥിക്കാണ്ടൊക്കെ പറയുമല്ലോ. അപ്പൊ അത് മിക്കവരും ഇങ്ങനെ പറയും കേട്ടോ, സിന്ധോമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കും എന്നൊക്കെ പറയും. അപ്പൊ ഉണ്ടല്ലോ ഞാൻ ചേച്ചി എന്താ ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ പറയണേ, ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു പറയുന്നത്. അപ്പൊ ഇതും നമ്മുടെ ഒരു പ്രാവശ്യം കാനഡയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതും കാനഡയ്ക്ക് തന്നെയാണ്, ഒരു മോനും മൂക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചേച്ചിക്കുട്ടിയുടെ മക്കളാണ്. അപ്പം ആ മോളുടെ അച്ഛനും അമ്മയും പോകുന്നു. അപ്പോൾ കൊടുത്തു വിടാൻ ഇന്ന് തന്നെ അയച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പം തൊഴിലുറപ്പും കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഇത് അയക്കണം. പിന്നെ ഇച്ചിരി കുട്ടി കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പം നമുക്ക് കൂട്ടൊക്കെ വരാം അല്ലേ. എന്തിനാണോ എന്തോ ഞങ്ങളെ കുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങള് ഇവര് ഇവര് 2-3 ദിവസം കഴിയുമ്പോഴോ അല്ല നാളെ പോകും നാളത്തേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വണ്ടിയിൽ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് പറയാടാ ഒരു അൽഫാം അങ്ങനെ പേരൊക്കെ നമുക്ക് പറയാലോ. അൽഫാമ ഇൽഫാമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ കേറിക്കോ. അവിടെ ആകെ ചെളിയും കുളമൊക്കെ കാരണണ്ടേ ഞാനൊന്ന് വെടുപ്പാക്കിട്ടുള്ളൂ വണ്ടി. ഇനിയിപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അത് കൂടെ കറക്കുമ്പോ വീണ്ടും അങ്ങനെ തന്നെയോ. ഈ പ്രദേശം വിടണം നല്ല നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ വെച്ചു അല്ലേ. ഓ ഇത് ഇങ്ങനത്തൊക്കെ അതെടുത്തോ, അത് അമ്മ എടുത്തോ. അതൊന്നല്ല, അതിനേലും വലിയ ടാപ്പ് ഉണ്ട്. ഇതിനേലും വലുതുണ്ട്. 3 ഇഞ്ചിന്റെ ടാപ്പ് ഉണ്ട്. ഇത് 2 ഇഞ്ചിന്റെ. കളിയാക്കായിരുന്നു കേട്ടോ ഇവര്. ഇത് മറ്റേ കുഞ്ഞിത് വെച്ചാ ഒട്ടിക്കുന്നത് പറഞ്ഞത്. അത് ഇതാണ് ഞാൻ ആദ്യം ഉണ്ടായത്. 2 മണിക്കൂറാണ് അത് ഒട്ടിച്ചു വരാണ്ട്. ഇതാണ് അവർ ഒറ്റ വലിയ വലിച്ച സംഭവം. ഇതും കഴിഞ്ഞല്ലോ. എടുത്തോ ഞങ്ങള് പോയിച്ചു വരാം. നമുക്ക് പോവാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് വെറുതെ വിടും അല്ലേ വിച്ചു അല്ലേ. കവറുണ്ടോ മേ? കവറുണ്ടോ വണ്ടിയിലുണ്ടോന്ന് നോക്കി. ഞങ്ങളൊരു അടിപൊളി സാധനം ഇവിടെ കവറുണ്ടോ? ആ ചേനോട് വെച്ച് നോക്കൊരു കവർ. അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാന്ന് പറയാ തിരിച്ചു വരുമ്പോ. എന്താ സംഭവം നിങ്ങൾ കണ്ടുള്ളൂ. അതെ ഇതാണ് ഐറ്റം. അമ്പഴങ്ങ ചെറുതാണ് കേട്ടോ, വല്ല മൂത്തിട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് പറിച്ചിട്ട് ഉപ്പിലിടാണ്ട് അടിപൊളിയാ. ഓ നമുക്ക് ഒരെണ്ണം കൊണ്ടോ. നല്ലതാ അച്ചാറിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാ. ഞാൻ പറിക്കാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ചേച്ചിയാടാ യൂട്യൂബർ എന്നൊക്കെ പറയാം, നമ്മുടെ അയൽവക്കാണ് കേട്ടോ. വന്ന് പറിക്ക് ജാനി ബാ. സൂപ്പർ കേട്ടോ, നല്ലതാണ് കേട്ടോ. ഇത് ഉപ്പിട്ട് അല്ല അച്ചാറിടാണ്ടൊക്കെ അടിപൊളിയാ. പറിച്ചിട്. കറണ്ടിന്റെ ഇതാണോ വെട്ടിയത്? അമ്പഴങ്ങ ഞാൻ ഇത് പിഞ്ച് പോകുമ്പോട്ടോ ഇന്നലെയൊക്കെ 2-3 താഴെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തേ 10 ഒരുമിച്ചിട്ട് ഇറക്കി പിറക്കോട്ട് പോയി അച്ചാറിടായിരുന്നു. യോഗമുള്ള തേടി വെക്കേണ്ടവരോടൊക്കെ ഇതേ കറക്റ്റ് സമയത്ത് വെട്ടി കളഞ്ഞ മൊത്തം അല്ല കേട്ടോ, ഒരു ശിഖരം മാത്രമേ വെട്ടുള്ളൂ. അതെന്നാ കറണ്ടിന്റെ ഇതുകൊണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ വളരും അല്ലേ. അവിടെ ഒരു മൂലയ്ക്കൊന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. അതെ ഇവിടെ നിറച്ചുണ്ട് കേട്ടോ, ആർക്കും വേണ്ടേ? ആണോ? അടിപൊളി. അച്ചു മരത്തിലെ കാലി ആക്കണം. അച്ഛന് കൂട്ടായിട്ട് മകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കവർ മേടിച്ചിട്ട് അമ്മ അടുത്ത കവറുമായിട്ട് വന്നു. അയലൊക്കെ ഫുള്ളുണ്ട് കേട്ടോ. എല്ലാരും നമുക്ക് പറിച്ചു തരുന്നതാണേ. നിരത്തി പിടിച്ച എല്ലാവരും പറിച്ച് സിന്ധാമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വർഷത്തെ കയറിയോ? ആണോ? 100 ആണോ? 100 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
ഇവിടെ ഊത്ത് കേട്ടോ കല്ല്. ഇപ്പൊ ഇത്രയും സ്ഥലമായിട്ട് അമ്പഴങ്ങ വെക്കാണ്ട് വണ്ടിക്കകത്ത് ഇടയില്ല. വേറെ ഗവൺമെന്റ് അയൽവക്കക്കാര് ഫുള്ള് ഓടിക്കൂടി. ഇവിടെ എന്താ ഊത്തേട പൊന്നിന്റെ അവിടെ ഈ മോന്റെ മഞ്ഞുടുപ്പുകാരന്റെ അമ്മ കേട്ടോ. അത് ഇഷ്ടം പോലെ വിറക്കി തന്നു. ഒത്തിരി താങ്ക്സ് കേട്ടോ. പോയിട്ട് വരാവേ. സിന്ധോമ തന്നെ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നാട്ടോ ജാനിക്കുട്ടിക്ക്. അപ്പൊ ഈയിടെ ഇങ്ങനത്തെ ഒരു പാന്റ് ഞങ്ങളുടെ സംഘത്തിന്റെ ഇതിൽ നിന്ന് എടുത്തോണ്ട് കൊടുത്തിട്ട് ഹായ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. കീശയുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. കീശ പോക്കറ്റിനുള്ള കീശ. അപ്പൊ അങ്ങനത്തെ രണ്ടെണ്ണം മേടിക്കാൻ നോക്കുന്നു. പക്ഷെ ഇത് ഒരെണ്ണം ഉള്ളൂ ഇവിടെ. അതിനകത്ത് വലുതുണ്ട്, ചെറുതെല്ലാം കഴിക്കുന്നു. ഇപ്പൊ സ്കൂൾ അങ്ങോട്ട് തരുന്ന ടൈം അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എടുത്തതോ പിന്നെ ഞാൻ ഒരെണ്ണം ഇത് എടുത്താലോ എന്ന് നോക്കി. ഇതിന്റെ ഇങ്ങനത്തെ 2-3 കളറൊന്ന് കാണിച്ചത്. നല്ല കളക്ഷൻ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി. ചെറുതാണോ? തീരെ ചെറുതാണോ? പക്ഷെ ഇത് സൈസ് 3 കൊടുത്തിട്ടുണ്ട്. ചേച്ചി കൊറേ കൊണ്ട് തരുന്നില്ല. കുഞ്ഞ് കുഞ്ഞിത്. അതിന് ഒരെണ്ണത്തിന് എത്ര രൂപ? ഒരു ചെറുക്കനായതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോ ഇത് പാന്റും ഇതും കൂടെ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ സെറ്റായിട്ട് വരുന്നത്. ഇത് തന്നെ പൂഞ്ചായിട്ടോണ്ട് നടക്കുന്നതാണ്. അത് കൂടെ 180. 50 കുറവുണ്ട്. ഇതൊക്കെ നമ്മുടെ അവിടെ ഭയങ്കര പൈസ 200 ഒക്കെ വരും. ആണല്ലേ? കൊള്ളാം, അടിപൊളി. എന്നാ അത് 2 എടുത്താൽ മതി. ചൂണിക്ക് ബാപ്പു രാത്രി എന്നാ മോനെ മേടിച്ചോണ്ട് തന്നെ? ബർഗർ, ചീത്ത ബർഗർ. എന്നിട്ട് നമ്മൾ എവിടെ കളഞ്ഞു? കാട്ടിക്കളഞ്ഞു. അന്നാ കൊച്ചിന് കൊതിച്ച് വലിയ സന്തോഷിച്ച് വലിയ ആഗ്രഹിച്ച് അതിന്റെ കൊണ്ടുപോക്കെ കണ്ടപ്പോ എനിക്കൊരു ഇത് തോന്നി. പക്ഷെ അതിനകം ചീത്തയായിരുന്നു. എവിടുന്ന് കൊണ്ടുവന്നാന്ന് അറിയത്തില്ല. കട്ടപ്പനെങ്ങാണ്ടായിരുന്നു സെയില്. ലാസ്റ്റ് ഇതേ എന്നാ നമ്മുടെ ഇവിടുന്ന് അങ്ങനെ മേടിച്ചു കൊടുക്കാന്ന് ഓർത്ത് നോക്കിപ്പോ ഇവിടെ അവൻ ഇവിടെ ഉള്ളവരത്തൊക്കെ നോക്കിയപ്പം ബർഗർ ഇല്ല. പിന്നെ എന്നാ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിക്കാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്നാ? ചൂനക്ക് എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ? ഐസ്ക്രീമോ? സ്നേഹം കൊറേ ഉമ്മ കൊടുക്കിച്ച. അയ്യോ എന്റെ പൊന്നെ, എന്തോ കാര്യസാധ്യമുണ്ട്. ഇന്നലെ ഇങ്ങനെ ഇരുന്നോണ്ട് സെറ്റ് പോയത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ഭയങ്കര പുനായിരിക്കുന്നുണ്ട്. എന്നാടി അച്ഛനോട്? ഓ എന്റെ പൊന്നോ, ഇതിനെ ഉമ്മ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണോ? ഉമ്മ നീ കൊടുത്തോ അച്ഛനോ? എന്നാ അവൻ്റെ ഒറ്റ ഓർമ്മ കൊടുക്കാം, ഒരടി. ബ്രെഡോ? ബ്രെഡോ? ആ വേണേ മേടിച്ചോ. എന്തിനടി? ബ്രെഡ് എന്നാണോ പറഞ്ഞ? അയ്യോ വിഷ്ണുവിനോട് ഭയങ്കര പരിചയമല്ലോ. അമ്മൂസത്തെ മെഴുകുതിരിയൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതെ അതെ, അങ്ങോട്ടേക്ക് പോകുന്നു. വണ്ടിയെ കയറിട്ട് 20ാമത്തെ പ്രാവശ്യം വെളിയിലാണ്. ഞാൻ അറിഞ്ഞില്ല ആരാന്ന് വെച്ചാൽ. അല്ല അത് ഞാൻ വരുന്നുണ്ട്. നമുക്ക് തലയിലേക്ക് തന്നെ കേട്ടാ. നല്ല രസല്ലേ? നല്ല ഭംഗി. ഓ അതിന്റെ അടുത്ത് കൂടെ വേണ്ടേ കാക്കകള് കൂട്ടം കൂടി കടന്നു. പക്ഷെ പറന്നു പോന്നു, കടന്നു പോന്നു, കടന്നു പോന്നു. പോ അവിടുന്ന്, കടന്നു പോ അവിടുന്ന്. സിനിമയ്ക്കകത്തൊക്കെ പറയില്ലേ? തന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ. താൻ മിണ്ടാണ്ട് ഉരിയാടാണ്ട് അവിടെ ഇരിക്കും. ഒരു യോഗം ഇല്ല. ബർഗർ തപ്പി ഉള്ള കട മൊത്തം പോയി. ഒരു കടലില്ല. അതെ, ഇനി കട്ടപ്പനക്ക് പോണ്ടി വരും ബർഗറിന്. ഇന്നലെ പാപ്പു കൊച്ചിനെ പറ്റിച്ചു. ആ സെയിം സാധനം തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ പറയാം എന്റെ പൊന്നേട്ടാ ഇനിയും പറ്റിക്കപ്പെടാൻ വയ്യാതെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ആണോ? ആ സാധനം അവിടെ ഉണ്ട്. പക്ഷെ അത് പപ്പ വരണ ടൈം ആയതുകൊണ്ടാണ്, ആ ടൈം ആയതുകൊണ്ടാണ് അത്ര സമയം. ചിലപ്പോ ആയിരിക്കും, ചിലപ്പോ അല്ലായിരിക്കും. നമ്മളപ്പോ നേരെ മാതാവിന്റെ അടുത്തോട്ട് പോവാട്ടോ. എന്നും നമ്മള് താഴേന്ന് മാതാവിന്റെ അടുത്ത് തിരികെത്തിക്കാൻ വരും. ഞാൻ എന്നും ആ താഴെ കൂടെ വരുന്നേ. ഇടാൻ ഗ്യാപ്പില്ല. അപ്പം വേണ്ട ഇന്ന് നമ്മള് മക്കളെയും കൊണ്ട് ഇങ്ങോട്ടേക്കാണ് തിരികെത്തിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. അവൻ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇറങ്ങി വരും. എന്തായാലും വിചാരിച്ചതാണേ കേറിയിട്ട് പോണം. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും വന്നില്ല. അപ്പൊ അതിൻ്റെതായ കോട്ടങ്ങളൊക്കെ എനിക്ക് പോകുന്ന വഴിക്കൊക്കെ നല്ല പടികളായിരുന്നു. എന്നെ പറിച്ചിട്ട് പറഞ്ഞാലും അമ്മ മാതാവിന്റെ അടുത്ത് വന്നിട്ട് പോയാൽ അതൊരു വിശ്വാസം. മഴയൊക്കെ മാറ്റി തന്ന കണ്ടോ? ഇതാണ് വരണം എന്ന് വെച്ചാൽ നമ്മൾ വരണം. നല്ല ആമ്പിന്ന കത്തിച്ചോ.
രാവിലെ വന്ന് കത്തിച്ചാണോ? മാതാവിൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ട് അമ്മയും മോളും കൂടെ കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ മാതാവമ്മേ, എല്ലാം അറിയുന്നവളല്ലേ നീ. എല്ലാ ഇതും മാറ്റി നല്ല സമാധാനപരമായിട്ടുള്ള ജീവിതവും നല്ല പൊന്നും ആവയായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള കുഞ്ഞായിട്ട് വളർത്തി വലുതാക്കി തന്നേക്കണേ. നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണേ അമ്മ മാതാവേ. എല്ലാ മക്കളെയും, എല്ലാ പൊടിമക്കളെയും, അതുകൊണ്ടൊക്കെ തന്നെ സ്കൂളിലോട്ടും ഈ പ്രാവശ്യം പോയേക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഒക്കെ സമർപ്പിക്കുക കേട്ടോ. സ്കൂൾ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇന്നാ കേട്ടോ മാതാവിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് നിന്ന് അമ്മയും മോളൂടെ തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ജയമ്മേ, തമ്മച്ചൻ്റെ അടുത്ത് തിരി കത്തിക്കുവാണോ ചൂനി? ആണോ? അമ്മയോട് പ്രാർത്ഥിച്ച് അംഗൻവാടിയിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ കാത്തേക്കണേ, നല്ല കുഞ്ഞായിട്ട് പഠിക്കാൻ ബുദ്ധി തരണേ. ഓ, അത് പൊട്ടിക്കുന്നതിൻ്റെ ഇതാ കേട്ടോ, ഭയങ്കര ഇതായിട്ടാ. ദൈവമേ, എൻ്റെ മാതാവമ്മേ കാത്തേക്കണേ. ആശ മേളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം ഒന്നും ചോദിക്കുന്നുണ്ട്. മാതാവിൻ്റെ അടുത്ത് പോകുന്നില്ല, ഇപ്പം മാതാവിൻ്റെ അടുത്ത് പോകുന്നില്ല എന്നൊക്കെ ചിലപ്പം വരുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. മിക്കവാറും തന്നെ മാതാവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹവും കൃപയും ഒന്ന് വേറെ തന്നെ കേട്ടോ. അപ്പം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 29-ാം തീയതി ഇവിടുന്ന് പോയ പൊന്നുമോക്ക് വേണ്ടിയിട്ട് കേട്ടോ. കാരണം അമ്മയും കുഞ്ഞുമായിട്ട് അവൾ തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. എൻ്റെ ഒരു പൊന്നുമോളാണ്. എന്താ പറയുന്നത്, അവൾ പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതൊക്കെ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ. അപ്പോൾ ഈ 29-ാം തീയതി മോൾ പോയേക്കാണ്. കുഴപ്പമില്ലാണ്ട് സേഫായിട്ട് എത്തി ചെന്നു. 15 ദിവസം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പൊന്നുമോക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ വന്നിട്ട് ഇപ്പം മാതാവമ്മ എല്ലാം സൗഖ്യം കൊടുത്ത് സുഖമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ആ മോളുടെ കാര്യം എല്ലാവരെയും അങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ മാതാവിന്റെ കൃപാസനത്തിൽ ചേച്ചി എപ്പോഴും ഇപ്പൊ അമ്മ പറഞ്ഞ എനിക്ക് മാതാവിനെ തന്നെ മോള്. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ലിമിറ്റും ആണേലും അപ്പനും മകളും പിന്നെ ഒന്നും പറയണ്ട, ഒരേ കളിയാട്ടോ. ഇവിടെയാണ് ധ്യാനവും കാര്യങ്ങളും ഒക്കെ എപ്പോഴും നടക്കുന്നത് കേട്ടോ. നല്ല അഭിഷേകവും അനുഗ്രഹവും ഒക്കെ കിട്ടുന്ന ഞങ്ങളുടെ ഉണ്ണീശോ പള്ളി പരപ്പേല. എൻ്റെ ദൈവമേ, ഞങ്ങൾ വന്ന് വഴിക്ക് ഞങ്ങൾ ആര്യഞ്ചേട്ടനെ കിട്ടിയോ? നമുക്ക് വൈകുന്ന് നീ തന്നെ നടന്ന സൈഡിൽ കൂടെ പോകും അച്ചയുടെ കടയുടെ വരെ എന്നോ? ആണോ? മതി, നടന്ന് സൈഡിൽ കൂടെ പോവാ കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോ ഇപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നടന്നു പോകുന്ന കാണുമ്പോ ഒരു സിന്ധുമ്മയുടെ വീട്ടിൽ വരണോന്ന്. ചേട്ടായി സ്കൂളിൽ പോയതാ. ചേട്ടായി സ്കൂളിൽ കണ്ടാ ബാഗ് കിട്ടി. ഇങ്ങനെ മോനും പോണം കേട്ടോ. അതിന് അമ്മ പോപ്പി കൂടെ മേടിച്ചു തന്നേക്ക്. സ്കൂളിൽ പോണം. ഇത് കണ്ടോ ചേട്ടായി സ്കൂളിൽ പോയിട്ട് ട്യൂഷൻ എവിടെയാടാ? ട്യൂഷൻ എവിടെയാ? അപ്പൊ അച്ഛൻ കൊണ്ടുവിടുവോ? പിന്നെ അച്ഛൻ വഴിപ്പണിക്ക് പോയോ? ശരി. അതെവിടെ കൊണ്ട് വെച്ച് എന്തമ്മ എടുത്ത് ഉളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അംഗൻവാടി പോകണം കേട്ടോ. അംഗൻവാടി പോകുമ്പോട്ട് അമ്മ മേടിച്ചു തന്നേക്കുന്ന. മഴയാണെങ്കിൽ കൊടയൊക്കെ ചൂടി പോണം. അംഗൻവാടിയിലോട്ട് എനിക്ക് വേണ്ട. അംഗൻവാടി പോലുള്ള പരിപാടിയാണ് എന്നെ നിർബന്ധിക്കരുത് സിന്ധു അമ്മ. അത് സൂക്ഷിച്ചു വെച്ചതാട്ടോ. അയ്യോടാ, നല്ല കൊച്ചു. അങ്ങനെയാ തുറക്കുന്നത്. കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ. ഇങ്ങനെ മടക്കണം ഇങ്ങനെ. ഇനി ഇത് ഞെക്ക്. കൊച്ചു തന്നെ ഞെക്കി ചെയ്ത് അമ്മ വിടുവാണേ. കണ്ണിക്കൊള്ളു. എന്താ ദൈവം ഇഷ്ടപ്പെട്ടോ? പിന്നെ വേറെ സൂത്രം വേണോ? പോയി ഇവിടെ ഇനി വേറെ സൂത്രം തരാം. മുടിപ്പിക്കും ഇപ്പൊ തന്നെ.
ഏത് കൊട ഇത് വേറെ സൂത്രം തരാന്ന് പറഞ്ഞു. ഞാൻ എടുത്തോളാം. ബുദ്ധിമുട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ല. കൊച്ചിന് മാത്രമേ ഉള്ളൂ കേട്ടോ സൂത്രമൊക്കെ. അച്ഛനും അമ്മൂനൊന്നും സൂത്രമൊന്നും ഇല്ല. അതവള് കണ്ടിട്ടില്ലായിരുന്നു കാരണം. മനസ്സിലായി. ഇത് ഡ്രസ്സല്ലല്ലോ. കീശയുള്ള പാന്റ്. കീശയുള്ള പാന്റ് ഇല്ലായിരുന്നു, അവിടെ കഴിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് എടുത്തത് കേട്ടോ. മുക്കാപ്പാൻ്റെ ആയിട്ടിരിക്കും. എടുത്ത് നോക്കാറിയാം. തിരിച്ചു പിടിക്ക്. അങ്കനവാടി ഇടാനാണേ. അങ്കനവാടി ഓരോ ദിവസം ഇട്ടോണ്ട് പോണേ. എന്നിട്ട് കൂട്ടുകാരെ കാണിക്കണം. കണ്ടോ എന്റെ സിന്ധു മേടിച്ച പാൻറ്റൊക്കെ ഇതുണ്ടോ വിച്ച് ഇങ്ങനെയല്ല. ഇതല്ല പൂഞ്ച ഇട്ടോണ്ട് നടക്കുന്നത്. പക്ഷെ ഇവിടെ 150 രൂപയുള്ള ആ ഒരു സെറ്റിന്. അവിടെയോ? അവിടെ അതിൽ കൂടുതലാന്ന് തോന്നുന്നുണ്ട്. കറക്റ്റല്ലേ വലിപ്പം? ഇത് തരാം. ഏതാ ഇവന്റെ? ഇതോ? ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് അങ്ങനത്തെ കൂടുതൽ. അയ്യോ ചെറുതാതെന്ന്. ഞാനൊരു സാധനം മാത്രം എടുത്തിട്ടുള്ളൂ. എന്നാ ശരി, ഞാൻ ഒരു സാധനം മാത്രമേ. അച്ചൂനെ ഓണ്ട് പോവല്ലച്ചു പോവല്ലച്ചു. എന്റെ കൊട ഞാൻ എടുത്തോട്ടെ. ചേച്ചമ്മ ഞാനുണ്ടല്ലോ. അതിന് എന്തായാലും ഡ്രസ് ഇടുക, എന്നിട്ട് നമുക്ക് കാണാം. ആശാനെ ജങ്ക ജഗ ജഗ സൂപ്പർ. എന്റെ പൊന്നെ സമാധാനായിട്ടോ. എക്സസൈസിന് ഞങ്ങൾ കുറച്ച് കാണിക്കും. ഇതെന്നിട്ടാ മതി. എന്നാ അടുത്ത ഡ്രസ് മാറിയിട്ട് വരാം കേട്ടോ. അടുത്ത ഡ്രസ് മാറിയിട്ട് നമ്മളെ കാണാം. ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി ഇളക്കം വരും ഞങ്ങൾക്ക്. ലൊചക് അച്ചക്ക്. ഇപ്പൊ അച്ചക്ക് മേടിച്ച് ചത്താനെ. ഇതിന് ഷർട്ട് ഇല്ല കേട്ടോ. ഇതിന് ഷർട്ട് ഏതായാലും ഷർട്ട് ഇട്ടോണം. പിന്നെ ഷർട്ട് നൈഹേ. കാരണം പിന്നെ എന്നാ കീശ ഉള്ളത്. അയ്യോ കീശ ഉള്ളത് അന്ന് കൊടുത്തിട്ട് പിന്നെ സമ്മതിക്കില്ല. ഇന്ന് പോകാൻ ഇറങ്ങിയപ്പോ എന്റെ കീശ ഉള്ള പാൻറ് താ, എന്റെ കീശ ഉള്ള പാൻറ് തന്നെ. അന്ന് അങ്ങനത്തെ മേടിച്ച് 2 കൊടുത്തേക്കാന്ന് പറഞ്ഞാ പോയത്. പക്ഷെ അന്നേരം ഇല്ലായിരുന്നു. അതെ, എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് സംഭവങ്ങള്. സിന്ധുവമ്മ ഇന്ന് ഭയങ്കര ലെജൻഡ് ആയിരുന്നു. നിങ്ങളെടുത്തോ, എന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്താൽ മതി. എല്ലാം അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന്. എന്താന്ന് വെച്ചാൽ സ്കൂള് തുറക്കുമ്പോ സാധാരണ നമ്മള് കുഞ്ഞുങ്ങൾക്കെല്ലാം എന്റെ പിന്നെ മനസ്സില് കുഞ്ഞുങ്ങൾക്കെല്ലാം മേടിച്ചു കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം ഈ പ്രാവശ്യം വന്നിട്ട് ചൂനയ്ക്ക് ഒന്നും മേടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛക്കും അച്ഛനും ഒന്നുമില്ല. ഷഡ്ഡി പൂര അങ്ങനത്തെ അവക്ക് ഇച്ചിരി കൂടെ മാച്ച് അങ്ങനത്തേതായിരുന്നല്ലോ. ഇങ്ങോട്ടെ വള്ളിയൊക്കെ വെച്ച് പോരെടുത്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് എടുത്ത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഇതൊക്കെയാണ് എന്റെ വലിയ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ കേട്ടോ. അപ്പൊ ചൂനക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? അപ്പൊ സിന്ധുമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ താ. താങ്ക് യു പറ സിന്ധുമ്മയുടെ. നല്ല കുഞ്ഞാ കേട്ടോ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോ പറഞ്ഞൊരു സൂത്രം മേടിച്ചു തരാം, ചോറ് ഉണ്ണുവാണെങ്കിൽ പറഞ്ഞു. ഞാൻ ചോറ് കൊടുക്കാൻ നോക്കിട്ട് അവള് തിന്നില്ല. അപ്പൊ ഞാൻ തിന്നേക്കാന്ന് പറഞ്ഞേ. വന്നപ്പോ തൊഴിലുറപ്പ് കഴിഞ്ഞപ്പോ സൂത്രം എന്തിയെ ചോദിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ വന്ന് സിന്ധു തൊഴിലുറപ്പിന് പോകാനല്ലേ മേടിച്ചു തരാൻ കൊച്ചിനെന്ന് പറഞ്ഞേ.
അപ്പൊ കൊണ്ടുപോയി മേടിച്ച് സർപ്രൈസ് ആയിട്ട് നമ്മളെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വിലയുടെ സാധനങ്ങൾ അത് മതി നമുക്ക്. കുഞ്ഞു കുഞ്ഞു വിലയുടെ സാധനങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ അവിടെ നല്ല പൈസ മേടിക്കും. ഈ ഇവരുടെ അവിടെ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. സിറ്റിയല്ലേ, അതൊക്കെ ടൗൺ അല്ലേ. അപ്പം അത്യാവശ്യം വിലക്കുറവുണ്ട്. 200 രൂപയ്ക്ക് താഴെയൊക്കെ കിട്ടും. 165 രൂപ 150 രൂപ ആ വിലക്കൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ ആ തയ്യലിന്റെ ഇതിൽ നിന്ന് എടുത്ത് കേട്ടോ. കാരണം അവ കിട്ടിയിട്ട് നല്ലതായിരുന്നു പാൻറ്റും ഒക്കെ. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ചൂനെ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. കൂട്ടത്തിൽ അവലോട്ടുണ്ട് ഒന്ന് ഇടിച്ച് പൊട്ടിക്കുക. അയ്യോ കൊല്ലുണ്ട്, ഇടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ. ടാറ്റാ.